Guys, welcome back to our channel Artech. അപ്പം നമ്മൾ ഇന്ന് എന്തൊരു ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻഡിൽ വെച്ചൊരു പ്രിൻ്റർ ഉണ്ടാക്കാൻ പോവാണ്. പ്രിൻ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെഷീനാണെന്ന് വിചാരിക്കേണ്ട, മാനുവലി നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു പേപ്പറും ഇങ്ങനെ തേച്ചിട്ട് വേറൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം തീരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിട്ടാലോ. ആദ്യം നമുക്ക് വേണ്ട ഒരു മഞ്ഞ കളർ ക്രയോൺസ് ആണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മഞ്ഞ ഇല്ല, അതുകൊണ്ട് ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞൊരു കളർ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മഞ്ഞ കളറാക്കാൻ വൈറ്റ് കളറും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മഞ്ഞ എടുക്കാവുന്നതാണ്. നമ്മളിതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിടാം. അപ്പോൾ വൈറ്റും യെല്ലോയും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു വലിയ ക്യാൻഡിൽ എടുത്തിട്ട് ഒരു ചെറിയൊരു പൊട്ട പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മെഴുകുതിരി ഇട്ട് കൊടുക്കാം. ഒരു പൊട്ട മെഴുകുതിരികൾ കുറച്ചിട്ട് കൊടുത്താൽ മതി, കുറച്ച് ആവശ്യമുള്ളൂ. പിന്നെ ഇത് കുറേ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഉരുക്കി വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇളക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കളറുകൾ ഇട്ട് കൊടുക്കാം. കളർ ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. ഫോണിൽ എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ശരിക്കും ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഇത് നന്നായി ആവണ സമയത്ത് നമുക്കിത് ഇവിടുന്ന് എടുത്തിട്ട് ഒരു ടൈൽസുമേക്ക് കൊണ്ടുപോവാം. ഇനി ഒരു ടൈൽസ് എടുത്തിട്ട് അതുമേക്ക് ഒഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമ്മുടെ ഈ വീട്ടിലത്തെ ടൈൽസ് തന്നെ താഴത്തെ ഫ്ലോറില്ലേ അതുമേ തന്നെ ഒഴിക്കാം, പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല. ഇനി ചിലപ്പോൾ വില പെട്ടാലോ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ഒരു ടൈൽസുമേ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങുമ്പോഴേക്കും നമ്മളൊരു കത്തി വെച്ച് ഇത് എടുക്കേണ്ടതാണ്. ഇത് ഫുള്ളായിട്ട് ഉണങ്ങുകയാണെങ്കിൽ ഭയങ്കര കട്ടിയിലാവും. അതിനായിട്ട് മുമ്പ് തന്നെ നിങ്ങൾ ഇത് ഇങ്ങനെ കത്തി വെച്ച് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ കൂടി കയ്യിൽ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പാക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ഷേപ്പാക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഊതുന്നുണ്ട്, നല്ല ചൂടായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ ചൂടിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 2-3 ബോളാക്കി എടുത്തിട്ടുണ്ട്. ബോളല്ല, ഒരു ടൈപ്പ് ഷേപ്പിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. 3 എണ്ണം നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് നോക്കാം. ഏതെങ്കിലും ഒരു A4 ഷീറ്റുമ്മേ ഇത് നമ്മൾ തേച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായി തന്നെ ഇത് തേക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള പേപ്പർ എടുത്തിട്ട് ഇതും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പറാണ് എടുത്തേക്കണേ, ഏത് പേപ്പറായാലും നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് ഉരച്ച് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് 10-20 സെക്കൻഡ് ഉരച്ചാൽ മതി. അപ്പോഴേക്കും നല്ലവണ്ണം പ്രിൻ്റായി വന്നോളും സംഭവം. ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പൊന്നു, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇത് മിറർ ഇമേജാണ്. നമ്മൾ വല്ല മിററിൽ പോയി കാണിച്ചാൽ ഇത് ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ ഇതിനെ ശരിക്കുള്ള പോലെ ആക്കാനായിട്ട് അവിടെ കുറച്ചും കൂടി ഇത് തേച്ചിട്ട് ഇത് ഒന്ന് മടക്കാണ്. മടക്കിയതിന് ശേഷം നമ്മുടെ ആ സെയിം സാധനം വെച്ച് തന്നെ നന്നായി തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ പൊന്നു, മനോരമ
നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉരയ്ക്കുമ്പോൾ അധികം ഷേക്കൊന്നും ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ വരും. നമുക്ക് ഒരെണ്ണം കൂടി അത് ചെയ്ത് നോക്കാം. ഇരുട്ടിൽ ദുരന്തം എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ സംഭവം വന്നിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യത്തിന് വല്ലതാണ് നമ്മൾ ഉപയോഗിക്കണേ. നിങ്ങൾക്ക് വല്ല പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയി തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ അത്യാവശ്യം വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം ഉപയോഗിക്കാവുന്നതാണ്. ദാ ഗൈസ്, ഇരുട്ടിൽ ദുരന്തം. പക്ഷെ ഇത് മിറർ ഇമേജ് ആണ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിനും ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ ആ സംഭവം എടുത്തിട്ട് ഇവിടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിന് നമ്മൾ ഡാർക്ക് ക്രയോൺസ് ആയിട്ട് ഡാർക്ക് കളേഴ്സ് ഒന്നും മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഡാർക്ക് കളർ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരു മഞ്ഞ കളർ എടുത്തത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്കാവുന്നതാണ്. നമ്മൾ നന്നായി തന്നെ ഉരച്ചു കൊടുത്തിട്ട് ദാ ഗൈസ് കണ്ടോ നിങ്ങൾ തന്നെ. ഇനി ഞാനൊന്നും പറയണില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ പ്രിന്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ വെക്കുക. ക്യാമറ ഗേൾ ക്രിസ്റ്റിനോടൊപ്പം ഇറ്റ്സ് മീ റീവ് ഡേവിസ് സൈനിങ് ഔട്ട്.